നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കാഞ്ഞാണി സെന്റ് തോമസ് CGS LP സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ദാവീദ് വിധേയത്തിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് വിൻസി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ ടോണി അത്താനിക്കൽ, അന്നാമരിയ കോൺവെന്റ് മദർ സുപ്പീരിയർ ലിസ കുര്യാക്കോസ്, മുൻ HM ജോസ് ആൻഡോ, പള്ളി ട്രസ്റ്റി EC ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് വിശ്വരാജ്, കൺവീനർ TD ഭവ്യ, സ്കൂൾ ലീഡർ ES ഇവാനിയ എന്നിവർ സംസാരിച്ചു. സെന്റ് തോമസ് കലാപ്രതിഭകളുടെ കലാവിരുന്നും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും നടന്നു. കുട്ടികളുടെ കായികക്ഷമത പരിപോഷിപ്പിക്കുന്നതിനും സ്വയം പ്രതിരോധത്തിനും വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മണലൂർ സെയിന്റ് തെരേസസ് UP സ്കൂളിൽ ഗോജു റിയു കരാത്തെ പരിശീലന പരിപാടി നടന്നു. 40ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള ഗോജു റിയു കരാത്തെ പരിശീലന പരിപാടിയാണ് നടന്നത്. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി, PTA MPTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CPIM അരയംകുന്ന് ബ്രാഞ്ചും DYFI അരയംകുന്ന് യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ 3ാം ഘട്ടം നടീൽ ഉത്സവത്തിന് പാടത്തിൽ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. TS സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ ആമുഖ പ്രഭാഷണം നടത്തി. വലപ്പാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വലപ്പാട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ EK തോമസ് മാസ്റ്റർ, 4ാം വാർഡ് മെമ്പർ അജയഘോഷ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിലെ 5 ദിവസങ്ങളിലായി നടന്ന മഹോത്സവം ഭക്തിനിർഭരമായി. ബുധനാഴ്ച പുലർച്ചെ ഗണപതി ഹവനവും തുടർന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വിഷ്ണുമായ കളവും, വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ദേവിക്ക് കളം, രാത്രി തൃശൂർ ഒക്ടേവ്സ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. ആഘോഷ പരിപാടികൾക്ക് രക്ഷാധികാരി AA പാർത്തൻ, പ്രസിഡന്റ് AV രാജൻ, സെക്രട്ടറി AK വാസുദേവൻ, ട്രഷറർ AD അനിൽകുമാർ, അംഗങ്ങളായ ഷിബു ശാന്തി, മുരളി, മാധവൻ, ശ്രീധരൻ, ഷിബു, രാമനുണ്ണി, ബാബുരാജ്, ഗിരീശൻ, മാതൃസമിതി സെക്രട്ടറി ബിബിത, ട്രഷറർ ഭഗിനി, അംഗങ്ങളായ ഗിരിജ, പ്രിയ, ഷീബ എന്നിവർ നേതൃത്വം നൽകി. പടിയം ചക്കാമഠത്തിൽ ആലപ്പുഴ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു. തിങ്കളാഴ്ച രാത്രി അഷ്ടനാഗക്കളം, ചൊവ്വാഴ്ച രാവിലെ ദൈവത്തിന് പത്മക്കളം, മുത്തപ്പന് രൂപക്കളം, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം, കലശപൂജ, ഉപദേവന്മാർക്ക് കലശമാടൽ, സർപ്പത്തിന് നൂറുംപാലം നൽകൽ, ഉച്ചപൂജ, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം നടന്നു. വൈകിട്ട് പത്യാല ക്ഷേത്രത്തിൽ നിന്ന് മേളവാദ്യ താലം വരവോടെ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ശേഷം രാത്രി ദേവിക്ക് രൂപക്കളം, തുടർന്ന് ഗുരുതി സമർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷിബു CB, സെക്രട്ടറി കണ്ണൻ AM, ഗജാൻജി മോഹനൻ AA, മുഖ്യ രക്ഷാധികാരി പ്രഭാകരൻ തളിക്കുളം എന്നിവർ നേതൃത്വം നൽകി. ജീവിതത്തിൽ സമയനിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടവർ വൈകിയത് മൂലം മണലൂരിൽ പഞ്ചായത്ത് തല അംഗൻവാടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം വൈകി. ഉദ്ഘാടകനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്താണ് ചടങ്ങിന് വൈകിയെത്തി 300ഓളം കുഞ്ഞുങ്ങൾക്ക് കാത്തിരിപ്പിന്റെ അനുഭവ പാഠം പകർന്നു നൽകിയത്. കലോത്സവത്തിനായി കുഞ്ഞുങ്ങൾ രാവിലെ 9:30 മണിയോടെ തന്നെ എത്തിയിരുന്നു. 10 മണിക്ക് ഉദ്ഘാടനം നിശ്ചയിച്ച് 11ആയിട്ടും ഉദ്ഘാടകൻ എത്താതിരുന്നത് മൂലം രക്ഷിതാക്കളും മാതാപിതാക്കളും ബഹളം വയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PK മോഹനന്റെ നിര്യാണത്തിൽ ഏരിയ കമ്മിറ്റിയുടെയും കാഞ്ഞാണി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അനുശോചന യോഗം നടത്തി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ മുഖ്യ അനുസ്മരണം നടത്തി. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KL ജോസ്, ജില്ലാ കമ്മിറ്റി അംഗം VD ജോൺസൺ, PD ജയശങ്കർ, TN പ്രേമൻ എന്നിവർ സംസാരിച്ചു.
കാരമുക്കിൽ ഒല്ലേക്കാട്ട് ധർമ്മപാലൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.